ദൈവത്തിന്റെ ഹിതത്തെ തിരിച്ചറിയാനുള്ള മൂന്നാമത്തെ ഉപാധി ദൈവം നൽകുന്ന വെളിപ്പാടുകളാണ്. എനിക്കും നിങ്ങൾക്കും കൈമാറുന്ന ദൈവിക വെളിപ്പാടുകൾ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. വേദപുസ്തകം പഠിക്കുമ്പോഴത്തേക്കിന് പൗലോസ് എന്ന അജയ്യനായിരിക്കുന്ന അപ്പോസ്തലൻ തന്റെ അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിനകത്ത് തന്റെ പ്രവർത്തന പ്രേക്ഷിത മേഖലയിൽ പ്രവർത്തനങ്ങളിൽ രണ്ടാമത്തെ മിഷണറി യാത്രയോട് ബന്ധപ്പെട്ട് യാത്ര ചെയ്തു വരുമ്പോൾ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ദൈവത്തിന്റെ ആത്മാവ് വിലക്കും. ദൈവത്തിന്റെ ഹിതത്തിന് ഒത്തവണ്ണം നടക്കുന്നവൻ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ ആത്മാവ് വിലക്കുകയും ആത്മാവ് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യും. ആസിയിൽ വചനം പ്രസംഗിക്കേണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ആസിയിൽ വചനം പ്രസംഗിച്ചില്ല. ബിദുന്യ വഴി മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ അതും ദൈവം അടച്ചു കളഞ്ഞു. ത്രോവാസിലേക്ക്, ബിദുന്യ വഴി ത്രോവാസിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അതും കൂടെ ദൈവം അടച്ചു കളഞ്ഞു. എന്ന് വെച്ചാൽ വചനം പ്രസംഗിക്കേണ്ടത് മാത്രമല്ല, അവർ യാത്ര ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്ത